സാധാരണഗതിയിലുള്ള പാതയിലൂടെ കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള പാതകളെ ചില ആളുകൾ ആശ്രയിക്കും. സ്വാഭാവികമായിട്ടും ഈ പാതയിലൂടെ കടന്നു വരുമ്പോൾ ഈ പാതയെക്കുറിച്ച് അറിയാത്ത ആളുകൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയതാണ്. നേരത്തെ ആബിദ് ഹുസൈൻ തങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപ്രതിനിധികളോട് ഇക്കാര്യം പറഞ്ഞതാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതുണ്ടായില്ല, അത് സംഭവിച്ചില്ല. അതിനുവേണ്ടി ഒരു സൂചനാ ബോർഡ് പോലും അവിടെ സ്ഥാപിക്കാൻ, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ തന്നെ സൂചനാ ബോർഡ് സ്ഥാപിക്കാറുണ്ട്. അപകട മേഖലയാണ്, വാഹനങ്ങൾ പതുക്കെ പോകണം, അത്തരത്തിലുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് സിഗ്നലുകൾ, ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട മറ്റ് സിഗ്നലുകൾ വെക്കാറുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും അവിടെ സ്ഥാപിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് വലിയൊരു അപകടത്തിലേക്ക് നയിച്ചു. അത്ര വലിയ ഭാരവുമായിട്ട് വന്ന പലചരക്ക് സാധനങ്ങളുമായിട്ട് വന്ന ലോറിയും താഴ്ചയിലേക്ക് മറിയുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത് റോഷ്നിയും, ഇത്ര സമയമായിട്ടും ആ ലോറിയുടെ, അതായത് ഈ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ ലോറിയുടെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ആ കുളത്തിന്റെ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ കുളത്തിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഉചിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനം, അത് തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. വിവരം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ വളരെ വേഗത്തിൽ അവർ ഓടിയെത്തുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരുടെ സംഘം വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവിടെ തിരച്ചിൽ നടത്തുന്നു. നേരത്തെ നാട്ടുകാർ സൂചിപ്പിച്ചതുപോലെ കുടിവെള്ളത്തിനൊക്കെ തന്നെ മോട്ടോർ വെച്ച് വെള്ളമടിച്ച് ഉപയോഗിക്കുന്ന ഒരു കോറിയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മറ്റു തരത്തിലുള്ള ആവശ്യങ്ങൾ, സാധാരണഗതിയിൽ ചില നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ കോറി പോലെയുള്ള മേഖലകൾ ഈ കുളിക്കാനും മറ്റലക്കാനൊക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കൊന്നും തന്നെയല്ല, മറിച്ച് കുടിവെള്ളത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കോറിയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കോറിയുടെ ഉടമ എന്തുകൊണ്ട് അപകട മേഖലയായി ഈ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കൈവേലി സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു സുരക്ഷിത മാനദണ്ഡം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നൊരു ചോദ്യവും അവിടെ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത ഇനി വരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിലവിൽ ഈ വെള്ളക്കെട്ടിൽ അകപ്പെട്ടിരിക്കുന്ന ലോറിയിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ മനുഷ്യന് സാധിക്കുന്ന വിധത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ ക്രെയിൻ കൊണ്ടുവരേണ്ടി വരുന്നത്. ക്രെയിൻ ഇപ്പോൾ അവിടെ എത്തിയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രെയിൻ ഒരു ഭാഗത്ത് നിർത്തിയതിനു ശേഷം ഈ വെള്ളത്തിലേക്ക് ക്രെയിനിന്റെ ഉപകരണങ്ങൾ ആഴത്തിലേക്ക് ഇറക്കിയതിനു ശേഷം ലോറി പുറത്തെടുക്കേണ്ടി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ താഴ്ചയിലേക്ക്, വലിയ കയറ്റത്തിൽ നിന്നും താഴ്ചയിലേക്ക് ലോറി മറിഞ്ഞ ഘട്ടത്തിൽ ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും, അതിന്റെ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അതിനിടയിലായിരിക്കാം ഈ മുസ്തഫ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും അവിടെ തെരച്ചിൽ നടത്തുന്ന നാട്ടുകാർക്കും അദ്ദേഹത്തെ ഈ ലോറിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയാതെ പോകുന്നതും. സ്വാഭാവികമായിട്ട് ഇനി ക്രെയിൻ എത്തിച്ച സാഹചര്യത്തിൽ ഈ ലോറിയുടെ ഒരു ഭാഗം മുകളിലേക്ക് ഉയർത്തി അതിൽ കുടുങ്ങി കിടക്കുന്ന മുസ്തഫയെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട സമയം, അത് ഇനി മുസ്തഫയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ആ ഒരു മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഒരു ഭാഗത്തെ വെള്ളത്തിൽ ക്രെയിനെ ഇറക്കിക്കൊണ്ടുള്ള തെരച്ചിൽ നടത്താൻ പോകുന്നുണ്ടെങ്കിലും സമാന്തരമായിട്ട് ഇപ്പോഴും മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലേക്ക് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധനയും തിരച്ചിലും നടത്തുന്നുണ്ട്. പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ദൃശ്യങ്ങളിൽ പോലും സാധാരണഗതിയിൽ ലോറി പോലെയുള്ള വസ്തുക്കൾ ഈ കുളത്തിലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണാറുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ പൊന്തി വരാറുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഉപകരണങ്ങൾ പൊന്തി വരുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ അതുപോലും കാണാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറിയിട്ടുണ്ട്. അത്ര വലിയൊരു അപകടമായിട്ട് അത് മാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ അതിവേഗത്തിൽ തന്നെ ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, അതുവഴി നമുക്ക് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. അത് അതിവേഗം നടക്കേണ്ടതുണ്ട്. മലപ്പുറം തിരൂർ ചെമ്പിക്കൽ പരിധിയിലെ ലോറി, ഒരു മിനി ലോറി കോറിക്കുളത്തിലേക്ക് വീണാണ് അപകടമുണ്ടായത്. ഒരു ജീവൻ രക്ഷിച്ചു, പക്ഷേ മറ്റൊരു ജീവൻ കുടുങ്ങിക്കിടക്കുകയാണ്. ആ ലോറിയിൽ ഉണ്ടായിരുന്ന ആളാണ് കുടുങ്ങിക്കിടക്കുന്നത്. 1:15 കൂടി നടന്ന അപകടമാണ്. ആ കോറിയുടെ ദൃശ്യം നോക്കൂ, ഒരു ബോർഡ് പോലും അവിടെ സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ഇത് അധികാരികളുടെ ഒരു വീഴ്ചയായി തന്നെ പറയാൻ പറ്റുന്നതാണ്. കാരണം ഒരു സ്വകാര്യ കോറി, അതിൽ വാഹനങ്ങളൊക്കെ ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു കൈവരിയോ ബോർഡോ സ്ഥാപിച്ചിട്ടില്ല എന്ന് പഞ്ചായത്ത് അടക്കം പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അത്തരം പരിശോധനകളൊന്നും നടന്നിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ലോറിയിൽ നിന്ന് വീണ ചരക്കുകൾ ആ കുളത്തിൽ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. അതിൽ കുറേയധികം ഫയർഫോഴ്സുകാരും നാട്ടുകാരും എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. ആ ലോറിയുടെ ഒരു അടയാളം പോലും കാണാനില്ല. അത്ര ആഴമേറിയൊരു കുളമാണ്. അപ്പോൾ എത്രയും വേഗം
രക്ഷാപ്രവർത്തനം നടക്കുമെന്നാണ് നേരത്തെ കോട്ടയ്ക്കൽ MLA നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത്. അതിലാണ് ഒരു പ്രതീക്ഷ. പഞ്ചായത്ത് പ്രസിഡന്റും നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ കുളത്തിൽ തന്നെ ഇറങ്ങി പരിശോധന നടത്തുകയാണ്. പക്ഷേ ഒരു ജീവൻ ഇത്ര മണിക്കൂറിന് ശേഷം ഉള്ള രക്ഷാപ്രവർത്തനം ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞു ഒരു ജീവൻ അതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. മുബഷീർ, ഈ സമയം കൂടുന്തോറും ആശങ്ക വർദ്ധിക്കുന്നു. തീർച്ചയായും റോഷ്നി, സമയം വർദ്ധിക്കുന്തോറും ആശങ്ക വർദ്ധിക്കുന്നു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഏകദേശം 1:15 സംഭവം ഉണ്ടായി. ഇപ്പോഴും അദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിക്കാതെ പോകുന്നത് തന്നെയാണ് ഇത്ര സമയം വർദ്ധിച്ചിട്ട് നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. തെരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് ഈ കുടുങ്ങിക്കിടക്കുന്ന ആളെ കണ്ടെത്താൻ കഴിയാതെ പോയ സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ ഈ ക്രെയിൻ കൊണ്ടുവരേണ്ടി വരുന്നത്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അത് പൂർണ്ണാർത്ഥത്തിലായാൽ മാത്രമേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. ഈ ലോറിയുടെ ഒരു ഭാഗം പോലും കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഏറ്റവും ദുഷ്കരമായി മാറുന്നത് ദൗത്യത്തെ സംബന്ധിച്ച്. കാരണം സാധാരണഗതിയിൽ വെള്ളക്കെട്ടിലേക്കൊക്കെ ലോറി വീഴുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തന്നെ പൊന്തി വരാറുണ്ട്. അതുവഴി രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അത് സാധിക്കുന്നില്ല. ഏറെ നേരമായിട്ടും ഈ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രവർത്തനം ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുവഴി ലോറിയിൽ കുടുങ്ങിക്കിടക്കുന്നയാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാരൊക്കെ തന്നെ ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണുള്ളത്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ നാട്ടുകാർ പറയുന്നതാണ്, തങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ, ഇവിടെ അപകടം സംഭവിക്കുന്ന മേഖലയാണെന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതല്ലേ, ഒരു നടപടിക്ക് സ്വീകരിച്ചുമായിരുന്നെങ്കിൽ, ഒരു സൂചനാ ബോർഡെങ്കിലും സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അവർ നേരത്തെ ആവശ്യം ഉന്നയിച്ചത് പ്രകാരം അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനാ ബോർഡോ സുരക്ഷാ മാനദണ്ഡമോ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു വലിയ അപകടം ഈ ഒരു മേഖലയിൽ സംഭവിക്കില്ലായിരുന്നു. ഇപ്പോൾ ലോറി ഈ വെള്ളക്കെട്ടിലേക്ക് വീഴില്ലായിരുന്നു. ലോറിയിൽ ഇങ്ങനെ ഒരാൾ അകപ്പെടില്ലായിരുന്നു. എന്തായാലും ഡ്രൈവറെ രക്ഷപ്പെടുത്തിയ നാട്ടുകാരെ സംബന്ധിച്ച് ഡ്രൈവറുടെ കൂടെയുണ്ടായിരുന്ന സഹായിയും രക്ഷപ്പെടുത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷ്നി,